എല്ലാ ആണുങ്ങൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പെണ്ണ് എങ്ങനെയായിരിക്കും, ഞാൻ പെണ്ണായിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു മോഹം ഉണ്ടായിരിക്കും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അപ്പം ഇന്ന് എനിക്ക് ഞാൻ പെണ്ണായിട്ട് ഒരുങ്ങി എനിക്ക് സ്വയം കാണാൻ സാധിച്ചു. അപ്പോൾ അതിലൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമുണ്ട്. എല്ലാവരും അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥന സഫലമാക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടെ വരുന്നത്. അപ്പം ഞാനും എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടുക. അപ്പം ആ പ്രാർത്ഥന സഫലമാക്കാൻ വേണ്ടിയുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പുടവ ചുറ്റി, ചായം പൂശി, മുല്ലപ്പൂ ചൂടി, ആടയാഭരണങ്ങൾ അണിഞ്ഞ് ദേവീ കടാക്ഷത്തിനായി പ്രാർത്ഥനാപൂർവം എത്തുന്ന പുരുഷാംഗനമാർ. ഇത് കൊല്ലം ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി പുരുഷൻ സ്ത്രീവേഷമണിഞ്ഞ് ദീപമേന്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം. മീനം 10, 11 കൊറ്റൻകുളങ്ങരയ്ക്ക് ഉത്സവരാവുകളാണ്. അന്നാണ് ചമയവിളക്കേന്താൻ പ്രായഭേദമന്യേ 100 കണക്കിന് പുരുഷന്മാർ ദേവീ സന്നിധിയിലെത്തുക. ഇഷ്ടദേവതയ്ക്കായി പരകായ പ്രവേശത്തിലൂടെ സ്വയം സമർപ്പണം. നാരികളെയും തോൽപ്പിക്കുന്ന രീതിയിൽ പുരുഷന്മാരെ അണിയിച്ചൊരുക്കാൻ നിരവധി ചമയപ്പുരകളാണ് ഒരുങ്ങിയിട്ടുള്ളത്. മീശയും താടിയും കളഞ്ഞ് ചമയപ്പുരകളിൽ കയറുന്നവർ അഴകു വിരിയുന്ന സുന്ദരിമാരായി ഇറങ്ങുന്നത് കാണാൻ വലിയ തിരക്കാണിവിടെ. പുലർച്ചെയാണ് ചമയവിളക്കെങ്കിലും തലേ ദിവസം വൈകുന്നേരം മുതലേ മോഹിനികളാൽ ക്ഷേത്ര പരിസരം നിറയും. ദീപാരാധനയ്ക്ക് ശേഷം നടവിട്ടിറങ്ങുന്ന ദേവിയെ അനുഗമിച്ച് 7ഉം 5ഉം തിരിയിട്ട ചമയവിളക്കേന്തി പ്രായഭേദമന്യേ അവർ ക്ഷേത്രം വലം വയ്ക്കും. 3 വട്ടം. ചെണ്ടമേളവും ഗജവീരന്മാരും കെട്ടുകാഴ്ചകളും അകമ്പടി സേവിക്കും. ചമയവിളക്ക് കണ്ട് പുലർച്ചെ തീർത്ഥകുളത്തിൽ ആറാട്ട് നടത്തിയ ശേഷം ഭക്തർക്ക് മേൽ അനുഗ്രഹം ചൊരിഞ്ഞ് പ്രത്യേകം തയ്യാറാക്കിയ കുരുത്തോല പന്തലിൽ ദേവി ഉപവിഷ്ടയാകുന്നതോടെ ആദ്യ ദിവസത്തെ ഉത്സവത്തിന് സമാപനമായി. പിറ്റേ ദിവസവും ഇതേ ചടങ്ങുകൾ.